വന്നിരിക്കുന്നത് ഒരു കഥയുടെ വീഡിയോയുമായിട്ടാണ്. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. പണ്ട് കാലത്ത് പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുത്താൽ അമ്മായച്ചന്മാർ മരുമകനെ പരീക്ഷിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നത്രേ. തൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് മകളും മരുമകനും വീട്ടിലേക്ക് വിരുന്നിന് വന്നതിൻ്റെ പിറ്റേ ദിവസം അമ്മായച്ചൻ മരുമകനോട് പറയുകയാണ്, മരുമകനെ, ഇന്നത്തെ രാമായണ വായന നിൻ്റെ വകയാണ്. മോനാ സീതാ സ്വയംവരത്തിൻ്റെ ഭാഗമൊന്ന് വായിക്കൂ. മരുമകൻ അത് കേട്ട് ഞെട്ടിപ്പോയി. കാരണം അയാൾക്ക് രാമായണം വായിക്കാനൊന്നും അറിയില്ലായിരുന്നു. രാമായണം വായിക്കുന്ന രീതിയൊക്കെ അയാൾക്ക് കേട്ടിട്ടുള്ളൊരു പരിചയമുണ്ടെന്നല്ലാതെ രാമായണം എന്താണെന്ന് ജീവിതത്തിൽ അയാൾ കണ്ടിട്ട് പോലുമില്ല. കാരണം അയാളുടെ അച്ഛൻ മരിച്ചതിൽ പിന്നെ കുടുംബം നോക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു അയാൾ. 2 അനിയന്മാരെയും അനിയത്തിയെയും നോക്കേണ്ട ചുമതല അയാൾക്കായി. അപ്പോൾ അയാൾ സ്കൂൾ ജീവിതം മതിയാക്കി തൻ്റെ കുലത്തൊഴിലായ ചെത്തുതൊഴിലിന് പോക്കു തുടങ്ങി. അയാൾ തെങ്ങുമ്മലും പനയിന്മേലൊക്കെ കയറുന്ന രംഗം മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് ഇങ്ങനെ ചൊല്ലി: മേപ്പെട്ടു കേറിണി കീപ്പെട്ടറങ്ങിണി വിയർക്കിണി കിതക്കിണി ചീനിക്കിണി. ഇത് കേട്ട് അമ്മായിയച്ഛൻ തൻ്റെ സ്വന്തം ആൺമക്കളോട്, എടാ മക്കളെ, എത്ര കാലമായി നിങ്ങളും ഞാനുമൊക്കെ രാമായണം വായന തുടങ്ങിയിട്ട്? ഇത്രയും കാലമായി സീതാ സ്വയംവരത്തിലോ രാമായണം എന്ന ഒരു പുസ്തകത്തിൽ തന്നെ ഇങ്ങനെ ഒരു വരികളും ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇത് ആൺമക്കളെയാണ് ചീത്ത പറഞ്ഞതെങ്കിലും മരുമകന് കാര്യം മനസ്സിലായി, തന്നെയാണത് പറഞ്ഞിരിക്കുന്നതെന്ന്. അയാൾ ഈ മരുമക്കളെ പരീക്ഷിക്കുന്ന പണ്ടത്തെ ശൈലിയെ മനസ്സാ ശപിച്ചു. എന്തു ചെയ്യാൻ, താനൊരാൾ വിചാരിച്ചാൽ ഈ പരീക്ഷണ ശൈലിയൊന്നും നിർത്തിവെക്കാൻ പറ്റില്ലല്ലോ. അയാൾ മനസ്സുകൊണ്ട് ആകെ വിഷമത്തിലായി. എന്തു ചെയ്യണമെന്ന് അയാൾക്ക് അറിയാതെയായി. അയാൾ ലജ്ജയോടെ തല താഴ്ത്തി ഇരുന്നു പോയി. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.